അസ്സലാമു അലൈക്കും. സൂഫിസം എന്താണ്? എവിടെ നിന്നാണ് സൂഫിസം ആരംഭിക്കുന്നത്? ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണ്? ഈ നാമത്തിൻ്റെ ഉത്ഭവം എവിടെയാണ് എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ് ആദ്യമായി സംസാരിക്കുന്നത്. ഒന്നാമതായി, മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ, അനാദികാലത്ത് മനുഷ്യൻ ഈ ഭൂമിയിൽ അവതരിച്ചത് മുതൽ അല്ലെങ്കിൽ ആവിർഭവിച്ചത് മുതൽ ആ മനുഷ്യരിലെ ചില ആളുകൾ എല്ലാ കാലത്തും ഉള്ളതുപോലെ തന്നെ ആ കാലത്തും തൻ്റെ ജീവന്റെ ദൗത്യമെന്താണ്, തനിക്കൊരു ജീവിതം കിട്ടിയതിൻ്റെ ഉദ്ദേശമെന്താണ്, ആരാണ് ഈ സൃഷ്ടിപ്പിന് പിന്നിൽ, എന്താണ് ആ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം, ഞാൻ ആരാണ് എന്നീ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യർ അവരുടെ ആത്മസത്തയെക്കുറിച്ച് അന്വേഷണം തുടങ്ങി. ആ അന്വേഷണത്തിൽ നിന്നാണ് സകലവിധ ആത്മജ്ഞാനവും ഉദ്ഭവിച്ചത്. ആത്മവിദ്യ, ആത്മജ്ഞാനം, മഅരിഫത്ത് എന്നെല്ലാം പറയുന്ന ആധ്യാത്മിക അന്വേഷണങ്ങളെല്ലാം അനാദികാലം മുതലുള്ള മനുഷ്യരിലെ ആത്മബോധത്തിൽ അന്തസ്ഥമായിട്ട് ഉണ്ടായിരുന്നു. ആ അന്വേഷികൾ ഇക്കാലത്തും തുടരുന്നു. പൂർവ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലെല്ലാം ഇങ്ങനെ താൻ ആരാണ് എന്നന്വേഷിക്കുകയും തന്നിലെ ദൈവികതയെ അനുഭവിക്കുകയും ചെയ്യുന്ന, അതിനായി ജീവിതം മാറ്റിവെക്കുന്ന, യഥാർത്ഥ ജീവനം എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണോ അത് സാക്ഷാത്കരിക്കുക എന്നതാണ് ജീവനം. മറ്റെല്ലാം ഉപജീവനം മാത്രം. സാധാരണ മനുഷ്യൻ ഉപജീവനത്തിനായി ജീവിച്ച് മരിച്ചു പോകുന്നവനാണ്. എന്നാൽ ഒരു സൂഫി ജീവനം എന്തെന്നറിഞ്ഞ് അത് സാക്ഷാത്കരിച്ച് മരണത്തിനപ്പുറം നടക്കുന്നവനാണ്. ഈ വിഭാഗം, ഈ അന്വേഷികളുടെ, ആത്മാന്വേഷികളുടെ ഈ വിഭാഗം പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലശേഷവും ജീവിത കാലഘട്ടത്തിലും അന്വേഷികളുടെ സമൂഹം ഉണ്ടായി, അതിനുശേഷവും ഉണ്ടായി, എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായി. എന്നാൽ ഈ ഇസ്ലാമിക ധാരയിലൂടെ വന്ന ഈ ആത്മാന്വേഷികൾക്ക് നൽകപ്പെട്ട സവിശേഷ നാമമായിരുന്നു സൂഫികൾ എന്നത്. സൂഫിസം അല്ലെങ്കിൽ തസവുഫ് എന്നത് ആത്മസംസ്കരണം എന്ന അർത്ഥത്തെ പ്രതിനിധീകരിക്കുന്നു. ആത്മാവിനെ സംസ്കരിക്കുക, നഫ്സിനെ സംസ്കരിക്കുക. വിശുദ്ധ ഖുർആനിൽ പറയുന്ന 7 തരം നഫ്സുകളെ കുറിച്ച് സൂഫികൾ ഖുർആനിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ എന്ന് തുടങ്ങി. അതായത് മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ തിന്മ പ്രോക്തമായ സ്വഭാവത്തോടു കൂടിയാണ്. തിന്മയോട് ആഭിമുഖ്യമുള്ള രീതിയിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. മണ്ണിൽ നിന്നുമുള്ള മനുഷ്യന്റെ ദേഹത്തിന്റെ, മനുഷ്യ കാമനകളുടെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. ആ സൃഷ്ടിപ്പിൽ നിന്ന് തുടങ്ങിയ മനുഷ്യനെ അവിടെ നിന്ന് ശുദ്ധീകരിച്ച് വളരെ വിശദമായി പറയേണ്ട വിഷയങ്ങളാണ്. അത് വളരെ കുറഞ്ഞ വാക്കുകളിലെ ഇവിടെ പറയാൻ നിർവാഹമുള്ളൂ, കാരണം അത് വലിയൊരു ടോപ്പിക്കാണ്. അങ്ങനെ അവൻ നഫ്സുൻ ലവാമയിലും നഫ്സുൻ മുൽഹമയിലും നഫ്സുൻ മുത്മഇന്നയിലും നഫ്സുൻ റാലിയ, നഫ്സുൻ മർലിയ, നഫ്സുൻ കാമില എന്ന് പറയുന്ന 7 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആത്മശുദ്ധീകരണത്തിന്റെ ആ പ്രയാണ പാതയെയാണ് സൂഫി വഴി, സൂഫി സരണി എന്ന് പറയുന്നത്. ഇത് പൂർത്തീകരിക്കാൻ ഈ ഓരോ ഘട്ടത്തിലെയും അന്വേഷിയെ വഴി നടത്താൻ ഗുരു സാന്നിധ്യം അനിവാര്യമാണ്. ഒറ്റയ്ക്ക് നടന്നാൽ പൂർത്തീകരിക്കാൻ കഴിയാത്ത പല വിഭിന്ന ഘട്ടങ്ങളും ആ വഴിയിലുണ്ട്.
അവിടെയെല്ലാം വഴി കാണിക്കാൻ മുമ്പേ വഴി പോയ പ്രകാശമുള്ള, ആത്മാവിൽ വെളിച്ചമുള്ള ഒരാളുടെ വഴി നടത്തം അനിവാര്യമാണ്. അതിനെ പിൻപറ്റൽ ആവശ്യമാണ്. ആ ഗുരുവെ പിൻപറ്റിക്കൊണ്ട് ദൈവികതയിലേക്കുള്ള പ്രയാണ വഴി എല്ലാ കാലഘട്ടത്തിലെയും മനുഷ്യരിലുണ്ടായിരുന്നു. ഈ ആത്മാന്വേഷണത്വര അതുള്ളവർ, അതറിഞ്ഞവരുടെ വഴിയെ ഗമിച്ച് ദൈവികത പ്രാപിച്ചു. ഇസ്ലാമിക ധാരയിൽ അവർ സവിശേഷമായ സൂഫികൾ എന്ന നാമത്തിൽ അറിയപ്പെട്ടു. ഈ സൂഫികൾ എന്ന നാമത്തിൽ അറിയപ്പെടാനുള്ള കാരണം, സൂഫിസം എന്ന നാമത്തിന്റെ ഉത്ഭവം എന്നിവയെക്കുറിച്ചാണ് അടുത്ത ക്ലിപ്പിൽ പറയുന്നത്. സൂഫിസത്തിന്റെ അടിസ്ഥാന ദർശനം എന്താണെന്ന് ചോദിച്ചാൽ, സൂഫികൾ പറയുന്ന ഒരു ഖുദ്സിയായ ഒരു ഹദീസുണ്ട്. ഒരു വിശുദ്ധ മൊഴിയായി പ്രവാചകൻ പറഞ്ഞതായി സൂഫികൾ ഉദ്ധരിക്കുന്നത്, കുൻതു കൻസൻ മഖ്ഫിയ അഹ്ബബ്തു അൻ ഉറഫ വഖലഖ്തുൽ ഖൽഖ എന്നതാണ്. ഞാൻ അദൃശ്യമായ ഒരു നിധിയായിരുന്നു, അങ്ങനെ ഞാൻ സ്വയം വെളിപ്പെടുന്നതിനെ പ്രണയിച്ചു, അങ്ങനെ ഞാൻ സൃഷ്ടികളെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹു അവൻ സ്വയം പ്രണയിച്ചതിൽ നിന്നാണ്. അവൻ സ്വയം വെളിപ്പെടുന്നതിനെ പ്രണയിച്ചു, അവൻ അവനെ തന്നെ പ്രണയിച്ചതിൽ നിന്നാണ്. അവൻ സ്വയം അറിയപ്പെടുന്നതിന്, അവൻ സ്വയം വെളിപ്പെടുന്നതിന് അവൻ അവനെ തന്നെ പ്രണയിച്ചതിൽ നിന്നാണ് ഈ സർവ പ്രപഞ്ചത്തിന്റെയും സൃഷ്ടിപ്പുണ്ടായത്. അങ്ങനെ അവൻ ആദിമ സൃഷ്ടിയായ നൂറ് മുഹമ്മദി, ലോഗോസ്, ആദിയിൽ വചനമുണ്ടായി എന്ന് പറയുന്ന ഈ വചനം, ഈ ലോഗോസ് അല്ലെങ്കിൽ ആ പ്രണവ, ആദിമ പ്രണവ സ്വരം എന്നെല്ലാം വൈവിധ്യമായ പശ്ചാത്തലത്തിൽ പറയുന്ന ആ ആദിമ പ്രകാശത്തെ അവൻ അവന്റെ തന്നെ പ്രതിഫലനമായി സൃഷ്ടിച്ചു. അതിനെയാണ് സൂഫികൾ നൂറ് മുഹമ്മദി അഥവാ മുഹമ്മദീയ പ്രകാശം എന്ന് പറയുന്നത്. അന മിൻ നൂരില്ലാഹ് കുല്ലുഹും മിൻ നൂരി എന്ന ഒരു ഹദീസ് സൂഫികൾ ഉദ്ധരിക്കാറുണ്ട്. ഞാൻ അള്ളാഹുവിന്റെ പ്രകാശത്തിൽ നിന്നാണ്, സർവവും എന്റെ പ്രകാശത്തിൽ നിന്നുമാണ്. ഈ പ്രകാശത്തെ അവൻ അവനെ തന്നെ പ്രണയിച്ചതിന്റെ പ്രതിഫലനമായി ആവിർഭവിച്ച ആ പ്രകാശത്തെയാണ്, അതാണ് നൂറ് മുഹമ്മദ്. അതിൽ നിന്നാണ് സർവവും ഉണ്ടായത്. ഈ അവന്റെ പ്രണയത്തിന്റെ പ്രതിബിംബമായി, പ്രതിഫലനമായ ആ പ്രകാശം അത് അവനെ തന്നെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ പ്രകാശത്തെ പരമമായി ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന പ്രവാചകന്റെ മൊഴി. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. സർവ പ്രപഞ്ചത്തെക്കാളും, മാതാപിതാക്കളെക്കാളും, സന്തതികളെക്കാളും, ഈ ലോകത്തെ മറ്റെല്ലാ വസ്തുക്കളെക്കാളും എന്നെ പ്രണയിക്കുന്നത് വരെ എന്ന് വിശുദ്ധ പ്രവാചകൻ പറഞ്ഞത്. ആ മുഹമ്മദീയ നൂറിന്, ആ പ്രകാശനത്തെ, അവന്റെ തന്നെ പ്രതിഫലനമായ പ്രകാശത്തെ പ്രണയിക്കുന്നത് വരെ ഒരാളും മുഅ്മിനാവുകയില്ല, ഒരാളും അവന്റെ കവാടത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം അത് അവന്റെ പ്രകാശനം തന്നെയാണ്. ഈ പ്രകാശത്തെ പ്രണയിക്കുക, ആ പ്രണയത്തിലൂടെ ആ പ്രണയഭാജനത്തെ അറിയുക, ഒടുവിൽ ആ പ്രണയഭാജനത്തിൽ ഇല്ലാതായിത്തീരുക എന്നതാണ് സൂഫി ദർശനത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് സൂഫികൾ പ്രണയത്തിലും ജ്ഞാനത്തിലും ഊന്നി സഞ്ചരിക്കുന്നത്. ഇതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രബലമായ ഹദീസിൽ പറയുന്ന, ഒരിക്കൽ ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചു. രണ്ടാമതായി എന്താണ് ഈമാൻ എന്ന് ചോദിച്ചു. മൂന്നാമതായി എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ചു. ഇഹ്സാൻ എന്ന് പറയുന്നതാണ് സൂഫിസം. വിശുദ്ധ ഖുർആനിൽ സൂഫി എന്ന വാക്കിന് ഉപയോഗിച്ചത് മുഹ്സിൻ എന്നതാണ്. മുഹ്സിനീങ്ങൾ അള്ളാഹുവിനെ പ്രണയിക്കുന്നവരാണ്. അതുപോലെ
മുഹ്സിനിലേക്കുള്ള എത്തുന്ന ഘട്ടമാണ് മുഅ്മിൻ എന്ന ഘട്ടം. മുഅ്മിൻ എന്ന ഘട്ടത്തിലാണ് പ്രണയം അതിശക്തമാകുന്നത്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വസിച്ചവർ ആരാണ്? അവർ അള്ളാഹുവിനെ അതിശക്തമായി പ്രണയിക്കുന്നവരാണ്. ഇവരെ അള്ളാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു. അള്ളാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ഇഹ്സാനാണ്. അവനെ കാണുന്നത് പോലെ അവനെ ആരാധിക്കലാണ്, അവനെ ദർശിക്കുക, അവനെ ദർശിച്ചു കൊണ്ടിരിക്കലാണ്. കാരണം നിങ്ങൾ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അവന്റെ ദർശനത്തിലാണ് സദാ നിങ്ങളുടെ ദർശനവും അവനെ തന്നെ ആയിത്തീരുക. അവനെ തന്നെ ദർശിക്കുന്ന, അവനെ മാത്രം അന്വേഷിക്കുന്ന, അവനിലേക്ക് മാത്രമായി ഓരോ ചുവടും വെക്കുന്ന, അവൻ മാത്രമായി ഹൃദയം സ്പന്ദിക്കുന്ന, അവനെ മാത്രമായി കാണുന്ന, അവനെ മാത്രമായി കേൾക്കുന്ന, അവനെ മാത്രം സ്പർശിക്കുന്ന, അവനെ മാത്രം രുചിക്കുന്ന ആത്മാവസ്ഥയെയാണ് സൂഫിസം എന്ന് പറയുന്നത്. സൂഫികളുടെ വഴി എന്നത് അവനെ മാത്രം പ്രണയിക്കലാണ്. പ്രണയം എന്നത് യഥാർത്ഥത്തിൽ ആ പ്രണയത്തിന്റെ പൂർണ്ണത, അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ പ്രണയത്തെ സൃഷ്ടിച്ചത് തന്നെ അവന്റെ പ്രതിഫലനമായാണ്. അവന്റെ അവസ്ഥയാണ് പ്രണയം. അവന്റെ റഹ്മാനിയത്താണ്, അവന്റെ കാരുണ്യമാണ്, അവന്റെ കാരുണ്യത്തിന്റെ മൂർത്തിമദ്ഭാവമാണ് ആ പ്രണയം. അതാണ് മനുഷ്യ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത്. ആ നിക്ഷേപിക്കപ്പെട്ട പ്രണയം പരമമായി അവനിലെത്തി അവനെ മാത്രം പ്രണയിച്ച് അവനിൽ അലിഞ്ഞു തീരുന്നതുവരെ ആ പ്രണയം അലഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി സൂഫിസത്തിന്റെ മറ്റൊരു വഴിത്താരയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സൂഫിസം അറേബ്യയിൽ പ്രവാചക കാലഘട്ടത്തിൽ ഇങ്ങനെ അതൊരു ജീവിത രീതിയായി വന്നു. അതിനെക്കുറിച്ച് പിൽക്കാലത്ത് ചില സൂഫികൾ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ സൂഫിസം എന്നത് പേരില്ലാത്ത ഒരു യാഥാർത്ഥ്യമായിരുന്നു. പിൽക്കാലത്ത് അത് യാഥാർത്ഥ്യമില്ലാത്ത ഒരു പേര് മാത്രമായി എന്നത്. അത് ഒരു ശരിയുള്ള ഒരു പ്രസ്താവനയാണ്. അതോടൊപ്പം അതിനപ്പുറവും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അന്ന് അതൊരു യാഥാർത്ഥ്യമായി അവരുടെ ആത്മാവിൽ, അവരുടെ ജീവിതത്തിൽ, അവരുടെ ബോധത്തിൽ നിലനിന്ന ഒന്നാണ്. അതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ ആത്മാവ് എന്ന് പറയുന്നത് സൂഫിസമാണ്. എന്നാൽ ഈ സൂഫിസത്തെ അതിന്റെ ആത്മാവായി, അതിന്റെ ഉള്ളറകളിൽ, അതിന്റെ അനുഭവമായി നിലനിർത്തുവാനേ കഴിയുകയുള്ളൂ. ആത്മാവ് അങ്ങനെയാണ്. ആത്മാവ് ദൃശ്യതയിലോ പ്രത്യക്ഷതയിലോ ഉണ്ടാകുന്നതല്ല. പ്രണയം എന്ന് പറഞ്ഞത്, ആത്മാവ് എന്ന് പറയുന്നത്, ഇതെല്ലാം അതിന്റെ ഉള്ളിലുള്ള യാഥാർത്ഥ്യമാണ്. പുറമേ കാണുന്ന മാറ്റർ എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമല്ലാത്ത ചില മാറ്ററുകൾ കൊണ്ട് അതിനെ അലങ്കരിച്ച് നിലനിർത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ യഥാർത്ഥമായിട്ടുള്ളത് ദൈവവും പ്രപഞ്ചവും പോലെ. ദൈവം എന്നതാണ് യഥാർത്ഥമായിട്ടുള്ളത്. പക്ഷെ അത് അദൃശ്യമാണ്, അസ്പർശ്യമാണ്. എന്നാൽ പ്രപഞ്ചം എന്നതോ അതുമാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ അത് ഇല്ലാത്തതും കാണാത്തത് ഉള്ളതുമാണ്. ഇതിന്റെ ഒരു ഫിലോസോഫിക്കൽ ആയിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. അവിടെ ഇസ്ലാമിലും അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിന്റെ പൊരുളായ, ഇസ്ലാമിന്റെ ആത്മാവായ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് സൂഫിസമാണ്. എന്നാൽ അതിന് മറ്റൊരു പ്രത്യേകത കൂടി നമ്മൾ അതിനെ മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഉപമാ കഥയിലൂടെയാണ് ഇതിനെ മനസ്സിലാക്കി കൊടുക്കുന്നത്. അതായത് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരുഭൂമിയിലെ ഏറ്റവും അപരിഷ്കൃതമായ മനുഷ്യ സമൂഹത്തിലേക്കാണ് വന്നത്. 6-ാം നൂറ്റാണ്ടിലെ ഇരുണ്ട ഘട്ടത്തിൽ അവിടെ ഈ ആത്മാവിനെ അവിടെ പ്രതിഷ്ഠിക്കുക എന്നതാണ് പ്രവാചകൻ ചെയ്ത ആദ്യത്തെ ദൗത്യം. അതാണ് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയത് മുതൽ 52 വയസ്സ് വരെ അദ്ദേഹത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മ മേഖലകളൊന്നുമായിരുന്നില്ല ശിഷ്യർക്ക് പരിശീലനം നൽകിയത്. ആത്മവിശുദ്ധിയുടെ പാഠങ്ങളായിരുന്നു. ഇതാണ് യഥാർത്ഥ തസവ്വുഫ് എന്ന് പറയുന്ന ആത്മവിശുദ്ധിയുടെ ഭാവം. അതാണ് കലിമ, അതാണ് ജീവിതം, അതാണ് യഥാർത്ഥമായിട്ടുള്ളത്. എന്നാൽ അതിലൊരു പ്രശ്നമുണ്ടായിരുന്നു. ഈ ആത്മവിശുദ്ധിയുടെ ഭാവത്തെ
അതിനൊരു ഉദ്യാനമായി നമ്മൾ കണ്ടാൽ ആ മരുഭൂമിയുടെ നടുവിൽ ഇങ്ങനെ വളരെ പരിപാലിച്ചുകൊണ്ട് ഇങ്ങനെ മനോഹരമായി തീർത്ത പരിപാലിച്ചു കൊണ്ടുവന്ന ആ ഉദ്യാനം അങ്ങനെ നിലനിൽക്കുന്നതല്ല. അത് പുറത്തുള്ള ആളുകൾക്ക് അത്ര പെട്ടെന്ന് അതിനെ നിലനിർത്താൻ കഴിയില്ല. അതത്രയും പരിപാലിപ്പിച്ചുകൊണ്ട് അത്രയും കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. അതിനെ കാത്തു സൂക്ഷിക്കാൻ ആ ആത്മാവിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പകർന്നു കൊടുത്ത ആ ആത്മീയ വിശുദ്ധിയെ, ആ മനോഹരമായ ഉദ്യാനത്തെ, അതിനെ കാത്ത് പരിപാലിച്ച് നിലനിർത്താൻ അതിന് ചുറ്റും ഒരു മുൾവേലി തന്നെ പണിയേണ്ടി വന്നു. ഒരു ഉറപ്പുള്ള മതിൽക്കെട്ടിനകത്തെ ഇത് നിലനിർത്താൻ പറ്റൂ. അല്ലെങ്കിൽ ആളുകൾ, അപരിഷ്കൃതമായ മനസ്സ്, അപരിഷ്കൃത സമൂഹം, അവര് ഈ ഉദ്യാനത്തിലെ കാത്ത് വളർത്തിയെടുത്ത പുഷ്പ തല്ലജങ്ങളെല്ലാം എടുത്ത് അവര് എറിഞ്ഞു കളയും. അവരതിനെ നശിപ്പിച്ചു കളയും, അതിനെ ഇല്ലാതാക്കും. അതങ്ങനെയാണ്. അത് മനസ്സിന്റെ ആ അപരിഷ്കൃതത്വത്തിന്റെ, സംസ്കാരികമല്ലാത്ത മാനസികാവസ്ഥയുടെ സ്വാഭാവിക പ്രതികരണമാണ്. അത് ഇല്ലാതായി പോവും. ഈ മനസ്സിൽ എത്ര വിശുദ്ധി കാത്തു സൂക്ഷിച്ചാലും ഭൗതികതയുടെ ഉൾപ്രേരണകൾ, പരപ്രേരണകളാൽ അത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അതിന് ചുറ്റും ശക്തമായ ഒരു മതിൽക്കെട്ടുകൾ തന്നെ, ഒരു മുൾവേലി തന്നെ പണിയേണ്ടി വന്നു. ഇതാണ് ശരീഅത്ത്, ഇതാണ് നിയമങ്ങൾ, ഇതാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. കണിശമായ നിയമങ്ങളും നിബന്ധനകളും ഇല്ലാതെ ഇതിനകത്തെ ഈ ഉദ്യാനത്തെ നിലനിർത്താൻ കഴിയുകയില്ല. അതിന് ചില നിയമങ്ങളും നിബന്ധനകളും ഉണ്ടാക്കി, നിങ്ങൾ ഈ രീതിയിൽ ഇതിന് പെരുമാറാൻ പാടുള്ളൂ, ഇതിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഇതിന് വട്ടം ചുറ്റിക്കൊണ്ട് നിലനിന്നാൽ ശുദ്ധീകരിച്ച് ആത്മവിശുദ്ധി പ്രാപിക്കുന്ന, അതിനകമേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഘട്ടത്തിൽ മാത്രമേ അകത്തേക്ക് പ്രവേശനം കൊടുത്തുള്ളൂ. അതുവരെ ശുദ്ധീകരണത്തിന്റെ, പരിശീലനത്തിന്റെ, നിയമങ്ങളുടെ, നിയന്ത്രണങ്ങളുടെ ഘട്ടമാണ്. ഇതിനെയാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ ശുദ്ധി പ്രാപിച്ചവർ മാത്രമാണ് അതിനകമേക്ക് പ്രവേശിക്കുന്നത്. അത് അതിന്റെ വഴികളിലേക്ക് പ്രവേശിക്കുന്നത്, അതിന്റെ ഉദ്യാന വഴികളിലേക്കുള്ള പ്രവേശ വഴികളെയാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. അതാണ് വഴി. ഉദ്യാന വഴികളാണ്. പല വഴികളിലൂടെ അതിലേക്ക് പ്രവേശിക്കും. അങ്ങനെ പ്രവേശിച്ച് അകമേ ഉള്ള യഥാർത്ഥമായ ഉദ്യാനം എന്താണോ, യഥാർത്ഥ ആത്മാവ് എന്താണോ, യഥാർത്ഥ പൊരുൾ എന്താണോ, അതിനത് അകമേ കയറി അനുഭവിച്ച് ദർശിക്കുന്നതിനെയാണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. അതാണ് പരമമായ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിലേക്ക് എളുപ്പം എത്താൻ കഴിയില്ല. അതിന് പുറമേയുള്ള ഈ മതിൽക്കെട്ടുകൾക്ക് ഉള്ളിൽ നിന്ന്, ഇതിനിപ്പുറം നിന്ന് എല്ലാ നിയമ നിബന്ധനകളെയും പൂർത്തീകരിച്ച് ശുദ്ധീകരിച്ചാൽ മാത്രമേ ആ വഴിയിലേക്ക് പ്രവേശനം കിട്ടുകയുള്ളൂ. ആ വഴിയിലൂടെ നിരന്തരം മുന്നേറി ഉൾവഴികളിലൂടെയും അതിനകമേയുള്ള വഴിതിരിയലുകളെല്ലാം അറിഞ്ഞ് അതിൻ്റെ ജ്ഞാനബോധത്തോടുകൂടി അതിൻ്റെ ഏറ്റവും ഉള്ളറയിലെത്തുമ്പോഴേ അവൻ യാഥാർത്ഥ്യത്തെ ദർശിക്കുന്നുള്ളൂ, ആ ഹഖീഖത്തിനെ അവൻ പ്രാപിക്കുന്നുള്ളൂ. ഇതാണ് സൂഫിസത്തിന്റെ ലളിതമായ വ്യാഖ്യാനം. എന്നാൽ പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പിൽക്കാലത്ത് നേരത്തെ പറഞ്ഞ പോലെ ദൈവവും പ്രപഞ്ചവും പോലെ, അദൃശ്യവും ദൃശ്യതയും പോലെ കാണാത്ത ആത്മാവായ സൂഫിസത്തെ വിസ്മരിക്കുകയും കാണുന്ന മുൾവേലിയെയും കാണപ്പെടുന്ന മതിൽക്കെട്ടുകളെയും മാത്രം കാണുകയും ചെയ്ത പിൽക്കാല പുരോഹിത സമൂഹം, അല്ലെങ്കിൽ പിൽക്കാലത്ത് ഇതിനെ മനസ്സിലാക്കിയവർ, ഇത് തന്നെയാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ചു കളഞ്ഞു. ഈ മുൾവേലിയാണ്, ഈ മതിൽക്കെട്ടാണ് ഇസ്ലാം എന്ന് ധരിച്ച് അതിന് കാവൽ നിൽക്കുക. ആ മുൾവേലിക്കിപ്പുറത്ത് ചില സെക്യൂരിറ്റികളെ, ചില നിബന്ധനകളും ചില നിയന്ത്രണങ്ങളും കൊടുത്ത് നിലനിർത്തിയിരുന്നു. ആ നിലനിർത്തേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ ആളുകൾ അതിക്രമിച്ച് കടക്കും. ആ സെക്യൂരിറ്റിയുടെ നിയമങ്ങളെയും നിയന്ത്രണങ്ങളെയും പഠിച്ച ആളുകൾ, അതിനെക്കുറിച്ച് മനസ്സിലാക്കി സെക്യൂരിറ്റിയായി നിലകൊണ്ട് പുരോഹിതവർഗം പിൽക്കാലത്ത് അവർ പറഞ്ഞു, ഇത് തന്നെയാണ് ധർമ്മം, ഇത് തന്നെയാണ് ഇസ്ലാം, ഇത് തന്നെയാണ് ദീൻ, ഇതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഈ നിയന്ത്രണങ്ങളും ഈ നിർണയങ്ങളും ഈ റെഗുലേഷൻസും ഈ റൂൾസുമാണ് പഠിപ്പിച്ചത്.
അത് കേട്ട സാധാരണ മനുഷ്യർ ഇവരാണ് യഥാർത്ഥത്തിൽ ഈ നിയന്ത്രണങ്ങളും നിയമങ്ങളും പഠിപ്പിക്കുന്നവരാണ്, ഇവര് തന്നെയാണ് ഏറ്റവും വലിയ ദീനിന്റെ നായകന്മാർ എന്ന് തെറ്റിദ്ധരിച്ചു. അവര് സെക്യൂരിറ്റിയെ പഠിപ്പിച്ചു കൊടുത്ത നിയന്ത്രണങ്ങളും നിയമങ്ങളും മാത്രം പഠിച്ച് സെക്യൂരിറ്റിയുടെ വേഷം ധരിച്ചിരിക്കുന്നവരാണ്. ഇവരാണ് യഥാർത്ഥ ദീനിന്റെ ആളുകൾ, യഥാർത്ഥ പ്രവാചകന്റെ പിൻഗാമികൾ എന്ന് തെറ്റിദ്ധരിച്ചു. അതിനകമെയായിരുന്നു അത്, പുറമേ അല്ല. പുറമേ ഇവർ സെക്യൂരിറ്റിയുടെ നിയമങ്ങൾ മാത്രമേ അവർക്കറിയൂ, അവരതേ പഠിച്ചിട്ടുള്ളൂ, അവർക്കതേ പഠിപ്പിക്കാനുമാവുകയുള്ളൂ. അങ്ങനെ ആളുകൾ പുറത്ത് സെക്യൂരിറ്റിക്കൊപ്പം ഈ മതിൽക്കെട്ടിനിപ്പുറം മാത്രം നിലകൊള്ളുകയും ഇതാണ് ധർമ്മം, ഇതാണ് ദീൻ, ഇതാണ് പരിശുദ്ധ പ്രവാചകന്റെ അനുധാവന വഴിത്താര എന്ന് തെറ്റിദ്ധരിച്ച് അതിൽ തന്നെ നിന്നു പോവുകയും അകമേക്ക് പ്രവേശിക്കാൻ കഴിയാതാവുകയും ചെയ്ത ഒരു വലിയ പിൽക്കാല സമൂഹം അനുഭവിച്ച ഏറ്റവും വലിയ തിക്തമായ യാഥാർത്ഥ്യം ഇതായിരുന്നു. ഇവിടെയാണ് സൂഫികൾ അതിനകമേക്ക് പ്രവേശിക്കാനുള്ള വഴികളെ അന്വേഷികൾക്ക് കാണിച്ചു കൊടുക്കുകയും ഈ മതിൽക്കെട്ടുകൾക്കപ്പുറത്തുള്ള യഥാർത്ഥ വഴികളിലേക്ക് നയിക്കുകയും ആ വഴികളിലൂടെ ഇത് യഥാർത്ഥ ധർമ്മത്തിന്റെ ആത്മാവിനെ, യഥാർത്ഥ സത്തയെ, യഥാർത്ഥ പ്രണയഭാജനത്തെ, യഥാർത്ഥ ഹഖീഖത്തിലേക്ക് വഴി നയിച്ച് കൊണ്ടുപോവുകയും ചെയ്തത്. ഈ വഴി നയിച്ച് കൊണ്ടുപോകുന്ന ഈ യാഥാർത്ഥ്യത്തെയാണ് യഥാർത്ഥത്തിൽ സൂഫിസം എന്ന് പറയുന്നത്.